ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഗോമതി മിസ്. നമ്മൾ ഫസ്റ്റ് ഡേ ആയെന്ന് സ്വരാക്ഷർ മുതൽ തുടങ്ങാം. സ്വരാക്ഷർ മീൻസ് വവൽസ്. സ്വരങ്ങളുടെ സഹായമില്ലാതെ വേറെ ഒരു അക്ഷരവും ഉച്ചരിക്കാൻ പറ്റില്ല. സ്വരങ്ങളാണിതെല്ലാം. അ, ആ, ഇ, ഉ, ഋ, എ, ഐ, ഒ, ഔ, ആ. ഇംഗ്ലീഷിൽ എ, ഇ, ഐ, ഒ, യു ആണ് വവൽസ്. നമുക്കിത് മലയാളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. ഈ അക്ഷരങ്ങളെല്ലാം അ, ഇ, ഉ, ഋ ഉണ്ട് മലയാളത്തിൽ. എ ഉണ്ട്, ഐ ഉണ്ട്, ഒ, ഔ ഉണ്ട്. ഇനി എ കഴിഞ്ഞ് മലയാളത്തിൽ ദീർഘസ്വരമുണ്ട് ഏ. അതുപോലെ ഓ കഴിഞ്ഞ് ഓ എന്ന് ദീർഘസ്വരമുണ്ട്. ഈ രണ്ട് സ്വരങ്ങളും ഹിന്ദിയിലില്ല. അപ്പോൾ മിക്കവാറും കുട്ടികൾ തെറ്റിക്കുന്നത് ഇവിടെ വെച്ചാണ്. എ എന്ന് അവർക്ക് കൺഫ്യൂഷൻ വരും, ഓ എന്ന് കൺഫ്യൂഷൻ വരും. അത് ആദ്യമേ പറഞ്ഞ് തിരുത്തണം. നമ്മൾ പെയറായിട്ട് പറഞ്ഞു പഠിക്കണം. ആ, ഇ, ഉ, ഋ ഒറ്റയ്ക്ക് ഉച്ചരിക്കുക. എ, ഐ, ഒ, ഔ. ഈ ഓ എന്നുള്ള ആ രണ്ട് ലെറ്റേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ സ്ഥാനത്ത് നമ്മൾ കോമൺ ആയിട്ട് ഈ ഓയാണ് ഉപയോഗിക്കുക. എ എന്നുള്ള രണ്ട് ലെറ്ററിനും രണ്ട് സ്വരങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ കോമൺ ആയിട്ട് ഈ എ ആണ് ഉപയോഗിക്കുക. അത്ര ഓർത്ത് വെച്ചാൽ മതി ഇത് പഠിക്കുമ്പോൾ. ഇവിടെ ഈ കൺഫ്യൂഷൻ തീർത്ത് പഠിച്ചാൽ ഇത് പിന്നെ ഒരിക്കലും മറന്നു പോവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടോട്ടൽ ഇനി പറയാനുള്ളത് ഈ ആ ഇത് രണ്ടും സംസ്കൃതത്തിൽ നിന്നുള്ളതാണ്. ഇതിന് അനുനാസികം എന്ന് പറയും. അനുനാസികവും വിസർഗവുമാണ്. നമ്മൾ കൂടുതൽ ഇത് വ്യഞ്ജനത്തോട് ചേർത്ത്, വ്യഞ്ജനാക്ഷരങ്ങളോട് ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇത് പഠിക്കും. ഇപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ഇത് 11 അക്ഷരങ്ങളാണ്. അനുനാസികം, വിസർഗം, വവൽസ്. സ്വരാക്ഷർ കിത്തനെ ഹേ എന്ന് ചോദിച്ചാൽ സ്വരാക്ഷർ 11 ഹോത്തെ ഹേ. ഇപ്പോൾ 11 എന്ന് എഴുതാൻ അറിയില്ല, നമ്മൾ തുടക്കമാണ്. നമ്മൾ 1 എഴുതി ഡിജിറ്റലായിട്ട് എഴുതിയാൽ മതി. അത്രയും ഓർത്ത് വെക്കുക. अब व्यंजनाक्षर देखें. व्यंजनाक्षर कॉन्सोनेंट्स है. का, ख, ग, घ, ङ, च, छ, ज, झ, ञ, ट, ठ, ड, ढ, ण, त, ध, द, ध, न, प, फ, ब, भ, म, य, र, ल, व, श, ष, स, ഹ. ഇത് കായിൽ തുടങ്ങുന്ന ഈ ഗ്രൂപ്പിനെ നമ്മൾ കവർഗ എന്ന് വിളിക്കും. ചായിൽ തുടങ്ങുന്ന ഗ്രൂപ്പിനെ നമ്മൾ ചവർഗ എന്ന് പറയും. ടായിൽ തുടങ്ങുന്ന ഗ്രൂപ്പിനെ ടവർഗ് എന്ന് പറയും. തായിൽ തുടങ്ങുന്ന ഗ്രൂപ്പ് തവർഗ്. പായിൽ തുടങ്ങുന്ന ഗ്രൂപ്പിനെ നമ്മൾ പവർഗ എന്നാണ് പറയുന്നത്. ഈ യാരാലാവ ഈ ഗ്രൂപ്പ് അന്തസ്ത് എന്നറിയപ്പെടും. ഷ, ഷ, സാഹ ഊഷ്മ എന്ന പേരിലാണ് ഇവരെ അറിയപ്പെടുന്നത്. അതൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട. അതൊക്കെ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി. പക്ഷേ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം, ശ്വാസനിയന്ത്രണം ഉണ്ടായിരിക്കണം. ഇത് കച്ചടത്തപ്പ എന്ന് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പഠിച്ചു വെച്ചാൽ ഇത് ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. അത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. കച്ചടത്തപ്പ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഇത് എഴുതുമ്പോൾ തെറ്റുകയില്ല. കുട്ടികൾക്കെല്ലാം ഇവിടെ എല്ലാം തെറ്റ് വരും. ഈ ഗ്രൂപ്പ് ഇതിങ്ങനെ ഓർഡർ അനുസരിച്ച് എഴുതാനൊന്നും പറ്റാറില്ല. അതുപോലെ ഈ അക്ഷരങ്ങൾ തെറ്റിപ്പോവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ത, ധ ഇതിൻ്റെ മുകളിൽ വരയ്ക്കേണ്ട, ഈ ധായുടെ മുകളിൽ വരയ്ക്കേണ്ട. ഈ സ്റ്റാൻഡിങ് ലൈൻ, അതിന് ഹിന്ദിയിൽ ഖടി നിൽക്കുന്ന വര എന്നാണ് പറയുന്നത്. ഖടാഹോന എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ്. അപ്പോൾ ധ, ഈ ഭ, ഇത് പ, ഫ, ബ, ഭ, മ. ഈ 3 അക്ഷരങ്ങളുടെ മുകളിൽ വരയ്ക്കേണ്ടതെന്ന് ആദ്യം തന്നെ ഓർത്ത് വെക്കണം. നമ്മൾ ആ ഉച്ചാരണം ശ്രദ്ധിച്ചിരുന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇനി വേർഡ്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയൊക്കെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഡിക്റ്റേഷനൊക്കെ ഇടുമ്പോൾ ശരിക്കും ഏത് അക്ഷരമാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഉച്ചാരണം ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഇങ്ങനെയുണ്ട്. ഇങ്ങനെ താഴോട്ട് കച്ചടതപ എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന ഖരവർണ്ണം എന്നാണ്. ഇതൊക്കെ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പഠിച്ചാൽ മതി. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഈ സെക്കൻഡ് ഗ്രൂപ്പ് അധിഖരം, ഖരം, അധിഖരം. ഇത് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫോഴ്സിലാണ് ഇത് പറയുന്നത്. കുറച്ചും കൂടെ ശ്വാസം പുറത്തേക്ക് വരും. ഇത് വളരെ മൃദുവായിട്ട് സോഫ്റ്റായിട്ടാണ് പറയുന്നത്. ഗ, ജ, ഡ, ദ, ബ. അടുത്തത് വരുമ്പോൾ ഘോഷവർണ്ണമാണിത്. ഘോഷവർണ്ണം ഘ, ഝ, ഢ, ധ, ഭ. നെക്സ്റ്റ് ങഞണനമ. ങഞണനമ അനുനാസിക വർണ്ണങ്ങളാണ്. അനു എന്ന് പറഞ്ഞാൽ കൂടെ, നാസിക മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇത് പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കാരണം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇവ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത യാര, ലാവ, ശാഷ, സാഹ. ഇതിനിടയ്ക്ക് മലയാളത്തിൽ ള, ഴ, റായൊക്കെ ഉണ്ട്.
അതൊന്നും ഇതിലില്ല. ഇവിടെ ഈ 8 അക്ഷരങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. അത് 2 ഗ്രൂപ്പായിട്ട് എഴുതുക, 4 എണ്ണം വെച്ച്. യാര, ലാവ, ശാഷ, സാഹ. അതെഴുതാൻ ഈ ഷായും കുട്ടികൾക്ക് തെറ്റും. അതുപോലെ ഴ എഴുതാൻ ഇവിടെ വേറെ, അത് പിന്നീട് പഠിച്ചാൽ മതി. അത് ലായും ഒന്നാണ്. മലയാളം എന്ന് എഴുതുമ്പോൾ നമ്മൾ ഈ ലായാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. മലയാളം ഹമാരി മാതൃഭാഷ ഹേ എന്നെഴുതുമ്പോൾ ഈ ലാ തന്നെയാണ് എഴുതുക. അതുപോലെ ലായ്ക്കും മലയാളത്തിൽ ലായും ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ വ്യഞ്ജനാക്ഷർ കിത്തനെ ഹേ എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കുക. ഇത് 25 ഉണ്ട്, ഇത് 8 ഉണ്ട്, 33 പ്ലസ് സ്വരാക്ഷർ 11 ഹോത്തെ ഹേ. 33 പ്ലസ് 11 എത്രയാണ്? 31 11 44. 44 എന്നാണ് പറയുക. അപ്പോൾ ഈ നമ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പേഴ്സ് 1 2 3 4 അതും പഠിക്കണം. നമുക്ക് കുറേശ്ശെ 1 to 10 വരെ 1 से 10 तक 1 2 3 4 അങ്ങനെ നമുക്കതും കുറേശ്ശെ പഠിക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പം. ഇനി ഇത് ഒറ്റയ്ക്ക് പറയുമ്പോൾ ഈ അക്ഷരങ്ങൾക്കെല്ലാം സംസ്കൃതത്തിൽ മീനിങ് ഉണ്ട്. സ്വരാക്ഷരങ്ങൾക്കും അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾക്കും. ഈ കാ എന്ന് പറഞ്ഞാൽ അതിന് സംസ്കൃത പുല്ലിംഗ വേടാണത്. ഈ കായ്ക്ക് ശിവൻ ബ്രഹ്മ എന്നൊക്കെ അർത്ഥമുണ്ട്. അത് നമ്മൾ പിന്നെ പോകെ പഠിക്കാം. നമ്മളിപ്പോൾ സാധാരണ LKG പഠിക്കുന്ന പോലെ ലെറ്റേഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് ലെറ്റേഴ്സ് കൊണ്ട് എങ്ങനെ വേർഡ് ഉണ്ടാക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കായുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ക ഫസ്റ്റ് ലെറ്ററാണ് വ്യഞ്ജനാക്ഷരങ്ങളിൽ. കവർഗത്തിലെ ഫസ്റ്റ് ലെറ്ററാണ്. അതുപോലെ ഈ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം നമ്മൾ സ്വരങ്ങളുടെ സഹായത്തോടെയാണ് ഉച്ചരിക്കേണ്ടി വരിക. ഇപ്പം തന്നെ ഇവയിലെല്ലാം ആ എന്നുള്ള സ്വരമുണ്ട്. ഇവിടെ നോക്കുക, ക ഈ മുകളിൽ എഴുതിയിരിക്കുന്ന നോക്കിയാൽ മലയാളത്തിൽ ഇങ്ങനെ എഴുതി, ചന്ദ്രക്കല ഇട്ട് എഴുതുന്നതാണ്. ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുക. ഈ ചന്ദ്രക്കലയുടെ പ്രയോഗമാണിത്. ഈ ചിഹ്നത്തിന് പറയുന്നത് ഹൽ ചിഹ്നം എന്നാണ്. ക എന്ന് നമ്മൾ വായിക്കും. ക പ്ലസ് ആ ക, ട പ്ലസ് ആ ട, യ പ്ലസ് ആ യ, ര പ്ലസ് ആ ര, ഖ പ്ലസ് ആ ഖ. ഇങ്ങനെയാണ് എല്ലാ അക്ഷരങ്ങളും, വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം എഴുതും. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലെല്ലാം നമുക്ക് ഈ ആ എന്ന സ്വരമുണ്ട്. ഈ സ്വരത്തോടു കൂടിയാണ് ഇവ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അത് ആയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ആ സ്വരാക്ഷരങ്ങളിലെ ഫസ്റ്റ് ലെറ്ററാണ്. ലക്ഷ്മി, ശിവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഈ ആ സ്വരം ഈ അക്ഷരങ്ങളിലെല്ലാം, ഈ വ്യഞ്ജനാക്ഷരങ്ങളിലെല്ലാം ആ സ്വരമുണ്ട്. ക പ്ലസ് ആ ക, ഖ പ്ലസ് ആ ഖ, ഗ പ്ലസ് ആ ഗ, ഘ പ്ലസ് ആ ഖ, ങ പ്ലസ് ആ ങ. അങ്ങനെ ഇതിലെല്ലാം ആ എന്നുള്ള സ്വരം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പോകെ നമ്മൾ പഠിക്കും.